നമസ്കാരം. എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈവിൽ വരുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു, ഒരു എയർ കൂളർ. അത് ഒരുമാതിരി വലിയ വലിയ കൂളറാണ്. അപ്പം ആ കൂളർ ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പം കണ്ട കൂളറാണ് ഇന്നലെ വന്നത്. സത്യം പറഞ്ഞാൽ ആ കൂളർ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഞാൻ അടിച്ചു നോക്കി ഈ കൂളർ എങ്ങനെയാണ് ഈ കവറിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ അന്നേരം അതിനകത്തിലൊക്കെ എന്ത് നല്ലതായിട്ട് അവരത് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇന്നലെ കൊണ്ടുവന്നേച്ച് അവർ ഓപ്പൺ ചെയ്യാൻ ആ പയ്യൻ കൂടുതൽ പുള്ളിക്കാരൻ വന്നു. ആ പുള്ളിക്കാരൻ ഇത് ഓപ്പൺ ചെയ്യാൻ കാണിച്ചത് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് ഇന്നലെ ആ പുള്ളി ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ എടുത്തത്. ഇതായിരുന്നു ആ ബോക്സ്. ഈ ബോക്സ് പുള്ളി ചെയ്ത പരിപാടി ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിടുന്നു. അത് കഴിഞ്ഞേച്ച് ഇതിങ്ങനെ ഉരുട്ടുന്നു. അതെല്ലാം ഈ പന്ന സ്ഥലത്തിട്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. അതിങ്ങനെ ഉരുട്ടുന്നു, ഇങ്ങനെ തിരിക്കുന്നു, പിന്നെ ഇങ്ങോട്ട് പൊക്കുന്നു. പൊക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ട് മറിച്ചിടുന്നു. എന്നിട്ടത് തിരിച്ച് ഇങ്ങനെ ഉരുട്ടുന്നു. ഇതൊക്കെയാണ് ഇന്നലെ ചെയ്തത്. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെയാണോ ഇത് ഓപ്പൺ ചെയ്യുന്നത്? ഒരു കസ്റ്റമറിൻ്റെ മുന്നേ വെച്ച് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പുള്ളി എന്നോട് പറഞ്ഞത്, എന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ഒരു ഉടക്ക് ടീമാണെന്നുള്ളത്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മുടെ മുന്നേ വെച്ച് തന്നെ ഇങ്ങനെ മറിച്ചിടുകയും നിലത്തിട്ട് ഉരുട്ടുകയും എല്ലാം ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ കണ്ടത് ഇതിൻ്റെ ടോപ്പ് അടിവശം കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് ഈ കവർ ഊരിയെടുക്കുക, എന്നിട്ട് അതിനകത്ത് നിന്ന് ഈ കൂളർ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകുക. ഇതാ ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ നിലത്തിട്ട് മറിച്ചിട്ട് ആകെ മൊത്തം അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് ഉരുട്ടി എന്തോ നമ്മുടെ ഭാഗ്യത്തിന് അത് ഡാമേജ് ആയില്ല. ഇത്രയെല്ലാം ചെയ്തു. കണ്ടമാനം ഉടക്കുണ്ടായി. എന്നാൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ്റെ ഓഫീസ് ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഫീസൊന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല. ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരുന്ന മുളക്കഴയിൽ നിന്നാണ്. അറിയില്ല എങ്ങനെയാണെന്ന്. ഇതിന് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞതാ, കമൻറ്റ് ചെയ്യും.